ഹലോ, ഇന്ന് റജബ് 27 അല്ലേ? അപ്പോൾ ഇന്ന് നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. ഇതധികം ആർക്കും അറിയില്ല, എല്ലാവരും ഒഴിവാക്കി വിടുന്ന ഒരു സാധനമാണ്. അത് വെച്ചിട്ട് നമ്മളൊരു സ്മൂത്തി ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് റെസിപ്പി കാണാം. ഗൈസ്, അപ്പോൾ ഇതാട്ടോ നമ്മുടെ സാധനം. മധുരക്കിഴങ്ങും പാലും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മധുരക്കിഴങ്ങ് വെച്ചിട്ട് നിങ്ങൾ പൊതുവേ ഇങ്ങനെ ഉണ്ടായി എനിക്ക് തോന്നുന്നില്ല. അപ്പം മധുരക്കിഴങ്ങും പാലും പിന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഏലക്കായ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം, അങ്ങനെയാണ് വേണ്ടിയത്. പിന്നെ മധുരക്കിഴങ്ങ് നമ്മൾ സ്കിന്നൊന്നും പോക്കുന്നില്ല, ആ തൊലിയോടെ തന്നെ കേട്ടോ വെക്കുന്നത്. ജസ്റ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ചിട്ടിട്ട് ഇത് നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. നമുക്കൊരു ചെറിയ ക്വാണ്ടിറ്റി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1.5 മധുരക്കിഴങ്ങാണ് എടുത്തത്, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഉപ്പിടാണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്നത്, കാരണം നമ്മൾ സ്മൂത്തി ഉണ്ടാക്കാനല്ലേ, അതുകൊണ്ട് ഉപ്പിടാണ്ട്. ഇനി ഇതൊരു 2 വിസിൽ അടിച്ചെടുക്കാം. 2 വിസിലായിട്ടോ, നമുക്കിത് ഓഫാക്കാം. ഗൈസ്, അപ്പം നമ്മളെ മധുരക്കിഴങ്ങ് ഇത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല കളറുണ്ട് കേട്ടോ. ഇത് ആവി പോകുന്നുണ്ട്, ഇനി ഇതിൻ്റെ തൊലി പോക്കി എടുക്കണം. എന്നിട്ട് നമുക്കിത് ജാറിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. പാലും ഏലക്കായൊക്കെ ഇട്ടിട്ട്. ഇത് നല്ല ചൂടുണ്ട്, ചൂടാറിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാതെ ചെയ്താൽ പണി കിട്ടും. അപ്പം ചൂടാറും വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഗൈസ്, ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടി ഞാനിങ്ങനെ മുറിച്ചിട്ടതാ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു വേവ് കുറവുള്ള അരിയുണ്ട്. നമുക്കിനി അടിച്ചു നോക്കാം, ഒന്നും കൂടി വേവിക്കാൻ ടൈമില്ല. അപ്പം നമുക്കിത് ചാറിലോട്ടിടാം. മാക്സിമം നല്ലോണം വേവിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം കേട്ടോ. എനിക്ക് ടൈമില്ല, ഞാൻ പറഞ്ഞില്ലേ, നോമ്പ് തുറക്കാൻ നേരത്തെ എനിക്ക് തോന്നിയ കുറച്ച് ഐഡിയ ആണിത്. നമ്മൾ ചാറിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഏലക്കായും കൂടി ഇടാണ്. പിന്നെ നമുക്ക് ഈ പാല് പൊട്ടിച്ച് ഒഴിക്കണം. ഒരു കൈയും ഒരു ഫോണുമാണ്, അല്ല കയ്യിൽ ഫോണാണ്, അതുകൊണ്ട് കയ്യില്ല. ഇത് നീ പൊട്ടിച്ച് വയ്ക്കട്ടെ കേട്ടോ. പഞ്ചസാര ഉണ്ട്, നമുക്ക് ഇതിലേക്ക് ഇടണം. പൊട്ടിച്ചത് കുറച്ച് വലുതായി ആണ് ഗൈസ്. നമ്മളെ ജ്യൂസ് ഭയങ്കര തിക്കായിട്ടുള്ള ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ ജ്യൂസ് അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കുടിച്ച് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോമ്പ് തുറന്നിട്ടേ ഉള്ളൂ, നമ്മളെ ജ്യൂസും കുടിച്ച് നോക്കാം. ഇത് മധുരക്കിഴങ്ങാന്ന് തോന്നുന്നേ ഇല്ല കേട്ടോ. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. നല്ല രസമുണ്ട്. ഈ മധുരക്കിഴങ്ങൊക്കെ കഴിക്കാത്ത മക്കളുണ്ടാവില്ലേ, പിന്നെ ഈ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർ, അവരൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. തമാശ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞു. സാധനം നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു ഏലക്കായൻ്റെ ഫ്ലേവർ നല്ല ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ.